സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതരായ താരദമ്പതികളാണ് മനു വർമ്മയും സിന്ധു മനു വർമ്മയും. ഇപ്പോഴിതാ 25 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം ഇരുവരും വേർപിരിഞ്ഞു. 2 വർഷമായി അകന്നു കഴിയുകയാണ്. വിവാഹമോചനത്തിനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. മനു വർമ്മയാണ് സിന്ധുവുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം തകർന്നുവെന്ന് ആദ്യം വെളിപ്പെടുത്തിയത്. ഇനി ഒരുമിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് വേർപിരിഞ്ഞ കാര്യം വെളിപ്പെടുത്തി അന്ന് മനു വർമ്മ തുറന്നു സംസാരിച്ചത്. ഒരു മകനും മകളുമാണ് ദമ്പതികൾക്കുള്ളത്. ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മകളെ സംരക്ഷിക്കുന്നത് സിന്ധുവാണ്. സീരിയലുകളിൽ മാത്രമല്ല സിനിമകളും സിന്ധു സജീവമായി തുടങ്ങി. 2 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഒരു അഭിമുഖത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് സിന്ധു. ഒരു അഭിമുഖത്തിലാണ് തൻ്റെ പുതിയ വിശേഷങ്ങളും 2 വർഷം കൊണ്ട് ജീവിതം മാറിയത് എങ്ങനെയെന്നും സിന്ധു വെളിപ്പെടുത്തിയത്. അരൂപി എന്നെ ഹൊറർ മൂവിയിലാണ് അവസാനമായി അഭിനയിച്ചത്. സീരിയലുകളും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. സീരിയലിൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ കൊളാബിലൂടെ കിട്ടുന്നതല്ല. അമ്മയുടെയും കുഞ്ഞമ്മയുടെയും ഫ്രണ്ട്സിൻ്റെയും സാരികളാണ് സീരിയലിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം തിരുവനന്തപുരത്താണ്. സുഹൃത്തുക്കളാണ് ഇപ്പോൾ എൻ്റെ എല്ലാം. അവർക്കൊപ്പമാണ് യാത്രകളും. ഡാൻസ് പൊടി തട്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. വ്യായാമം നിരന്തരമായി ചെയ്യാൻ എനിക്ക് മടിയാണ്. അതിനാലാണ് നൃത്തം വീണ്ടും ചെയ്തു തുടങ്ങാമെന്ന് തീരുമാനിച്ചതെന്നും സിന്ധു പറഞ്ഞു തുടങ്ങി. 2 വർഷമായി ഒറ്റയ്ക്കാണ് താമസം. എല്ലാവർക്കും അതറിയാം. അദ്ദേഹം, അതായത് മനു വർമ്മ തന്നെ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. വീട്ടിലുള്ളപ്പോൾ കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കുന്നത്. അല്ലാത്ത സമയങ്ങളിൽ അമ്മയുണ്ടാകും കുഞ്ഞിനെ നോക്കാൻ, അല്ലെങ്കിൽ ജോലിക്കാരി ഉണ്ടാകും. ഞാൻ പരിചരിക്കാത്തപ്പോൾ മോൾക്ക് അല്പം പിണക്കമൊക്കെ ഉണ്ടാകും. ഷൂട്ടിന് വേണ്ടി ഞാൻ 3-4 ദിവസം മാറി നിൽക്കുന്നതെല്ലാം മോൾക്ക് ഭയങ്കര സങ്കടമാണ്. ഞാൻ ഫംഗ്ഷന് പോകാനായി ഡ്രസ് ചെയ്ത് റെഡിയായി കണ്ടപ്പോൾ മോള് ഭയങ്കര കരച്ചിലായിരുന്നു. അത് കണ്ട് എനിക്ക് സന്തോഷം തോന്നി. കാരണം കാര്യങ്ങൾ മനസ്സിലാക്കി അവൾ റിയാക്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്. മെൻ്റൽ റെസ്പോൺസ് മകളിൽ കൂടിയിട്ടുണ്ട്. ഷൂട്ടിംഗ് ഇല്ലാത്ത ഇടവേളകളിലാണ് മോളെയും കൊണ്ട് ട്രീറ്റ്മെൻറ്റിനായി ഞാൻ പോകുന്നതെന്നും സിന്ധു കൂട്ടിച്ചേർത്തു. സോഷ്യൽ മീഡിയ കമൻസുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയാണ്: ഞാൻ കമൻസിന് പിറകെ പോകാത്തയാളാണ്. ജനങ്ങൾ പലവിധമാണ്. കമൻ്റ് ഇടുന്നവരല്ല, നമ്മളാണ് ജീവിക്കുന്നത്. നമ്മളിലുള്ള ശരിക്കനുസരിച്ച് ആരെയും ജഡ്ജ് ചെയ്യാതെ ജീവിക്കുക. മെൻ്റലിയും ഫിസിക്കലിയും എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിരിക്കണമെന്നില്ല. മകൻ ഇപ്പോൾ ജോലിയായി ബാംഗ്ലൂർ എയർപോർട്ടിൽ വർക്ക് ചെയ്യുകയാണ്. അവൻ്റെ ജീവിതം ഇനി സെറ്റിലായിക്കോളും. മകളുടെ ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ എൻ്റെ ശ്രദ്ധ. അവളെ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ എപ്പോൾ വേണമെങ്കിലും ശരിയാകും എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. മെൻ്റൽ ഡിസീസ് ഒന്നുമല്ല. അത്ഭുതം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. എന്ത് സങ്കടമുണ്ടെങ്കിലും സന്തോഷത്തോടെ ഇരിക്കാനുള്ള വഴി നമ്മൾ തന്നെ കണ്ടെത്തണം. വിവാഹത്തിന് ശേഷമാണ് ഞാൻ അഭിനയത്തിലേക്ക് തിരിച്ചു വന്നത്. ആദ്യം ഞാൻ സീരിയലുകൾ ചെയ്യാൻ മടിച്ചിരുന്നു. അന്ന് അമ്മായിയച്ഛനൊക്കെ നിർബന്ധിച്ചത് കൊണ്ടാണ് അഭിനയിച്ചു തുടങ്ങിയത്. എല്ലാം ദൈവനിമിത്തമാകാം. അല്ലായിരുന്നുവെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം മകളുടെ ട്രീറ്റ്മെൻറ്റിന് തന്നെ വലിയൊരു തുക ചിലവുണ്ട്. അതൊക്കെ എനിക്ക് നോക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ അഭിനയ ജീവിതം ഒന്നുകൊണ്ട് മാത്രമാണ്. എനിക്കൊരു വരുമാനമില്ലെങ്കിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? അതൊന്നും എനിക്ക് ഓർക്കാൻ കൂടി കഴിയുന്നില്ല എന്നാണ് സിന്ധു പറയുന്നത്. എല്ലാം ദൈവനിമിത്തമായിരിക്കും. അല്ലായിരുന്നെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. സ്ത്രീ ശാക്തീകരണം എന്നത് ഇപ്പോഴും ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇപ്പോഴും സ്ത്രീകൾക്കൊരു സുരക്ഷിതത്വം ഉറപ്പായിട്ടില്ല എന്നതാണ്. സ്ത്രീക്ക് കിട്ടേണ്ട മാന്യതയും ബഹുമാനവും സപ്പോർട്ടും ഒക്കെ കിട്ടിയിരുന്നുവെങ്കിൽ സ്ത്രീ ശാക്തീകരണം പൊക്കിപ്പിടിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു എന്നും സിന്ധു കൂട്ടിച്ചേർത്തു. കൂടുതലൊന്നും വിവാഹമോചനത്തെക്കുറിച്ച് സംസാരിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലെന്നുമാണ് സിന്ധു വെളിപ്പെടുത്തിയത്.